അണ്ണാ താങ്ക്സ് ഫോർ യുവർ ഫുഡ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതേമാതിരി ഒരു സാധനം അപ്പുറത്തെ സൈഡിൽ ഉണ്ടച്ചി ഈ അപ്പുറത്തൊന്നും ഉണ്ടാക്കി താടാ ഇതേ സാധനം. ബ്ലോക്ക് ഇവിടെ ഇരിപ്പുണ്ട് 2 സ്റ്റാക്ക്. ഓ സ്കാൻ ചെയ്യേണ്ടതാണല്ലേ? ഞാൻ വിചാരിച്ചത് എന്തൊക്കെ കാണിക്കണേന്ന്. അണ്ണൻ നല്ലോണം ഫുണ്ടിച്ചി സ്കാൻ ചെയ്യേണ്ടതാണോടാ സ്കാൻ ചെയ്തില്ലേ? ബ്ലോക്ക് ഞാൻ തരാം. അല്ലേ വേണ്ട, സ്കാൻ ചെയ്ത് മതി. ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ മൊത്തം ഇരുന്ന് പൊട്ടിക്കേണ്ടി വരും. ഇത് പിന്നെ എൻ്റെ ടോജി സുഹൃത്ത് നൻപൻ എല്ലാനുമായിട്ടുള്ള നമ്മുടെ അണ്ണൻ കൊണ്ടുതന്ന നമ്മുടെ നന്മൻ കൊണ്ട് തന്ന പിക്കാക്സ് ആണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്നത്. അതിൽ എഫിഷ്യൻസി 4 ഉണ്ട്, വേറെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഒരാഴ്ച ഞാൻ ഈ വീടിന് വേണ്ടി, സത്യം പറഞ്ഞ ഒറ്റ എപ്പിസോഡേ ഉള്ളൂ, പക്ഷെ ഒരാഴ്ച ഞാൻ ഈ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. അല്ലേ ഡോജി? പറഞ്ഞു കൊടുക്കണ പാവം മനുഷ്യൻ. സർവർ തുടങ്ങിയപ്പോ തന്നെ ഇതിന് പ്ലാൻ ഇട്ടിരിക്കുന്നു. അയ്യോ, അത് മതിയായൊരു മണ്ടത്തരായി പോയെന്ന് അതിവിനല്ലേ മനസ്സിലായത്. 1 2 3 4 എടാ 4 ബ്ലോക്ക് ഹൈറ്റേ. ഇനി 1 ആയി, ഇനി 2 3 ബ്ലോക്ക് ഹൈറ്റ്. ഓക്കെ, ഇനി 3 ബ്ലോക്ക്. 3 2000 years later. ഗയ്സ്, നമ്മളങ്ങനെ അവസാനം ഒരു എത്ര ദിവസമായടാ? ഹലോ, എത്ര ദിവസമായി? ഒരാഴ്ച. ഈ സെർവർ തുടങ്ങി ഒരാഴ്ചയായി. 100 മേളിൽ എന്താ ഡേയ്സ് എങ്ങാണ്ടായി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടർ ബേസ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇതിലെ ഈ വീട് 3 പ്രാവശ്യമാണ് പൊളിച്ചു പണിതത്, കണക്ക് തെറ്റിയിട്ട്. അല്ല ഡോജി, 3 പ്രാവശ്യമാണ് പൊളിച്ച് പണിതത്. അതിൽ ഞാൻ കുറേ പ്രാവശ്യം ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് പ്രാവശ്യം ചത്തു. നമ്മൾ ഇവിടുന്ന് ഏകദേശം പണി ചെയ്ത് തീർത്ത്. ഒന്നും നമ്മൾ ഇന്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല, ഒക്കെ അടിച്ചു പോയി കിടക്കാണ്. ആർമറൊക്കെ ഇവിടെ ഊരി വെച്ചു. ഏതോ തെണ്ടി എൻ്റെ ഡയമണ്ട് അയണ് എൻ്റെ ആർമർ മൊത്തം എടുത്തോണ്ട് പോയി, എല്ലാവരും എടുത്തോണ്ട് പോയി. ലെഗിൻസ് വെച്ച് ബാക്കി അകത്തേക്ക് കയറി വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ വീട്. 1 2 വീട്, 2 വീട്, 3 വീട്, ടോട്ടല് 3 വീടുണ്ട്. ഈ ഒറ്റ വീട് മതി എനിക്ക് സ്റ്റാർട്ടർ ബേസിന്. അതിന്റെ പകരം ഞാൻ 3 വീടാണ് സ്റ്റാർട്ടർ ബേസിന് ഉണ്ടാക്കിയേക്കണം. എന്ത് കാണിക്കാനാണോ എന്തോ. കലഹല്ല എന്താ. ഓക്കെ, ഇനി നമുക്ക് ഈ 7 ദിവസം അതിനായി ഈ ഏരിയയിൽ നിന്ന് ഞാൻ വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല. ആകെ പോയേക്കുണ്ടെങ്കിൽ ആ ടോജിയുടെ ബേസിലേക്കാണ്, വേറൊരു സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. ഞാൻ ഈ വീഡിയോയിൽ തന്നെ വേണമെങ്കിൽ ഞാൻ ഒരാഴ്ച മുന്നേ അവരുടെ വീട്ടിൽ പോയി കുറച്ച് സാധനങ്ങൾ എടുത്തോണ്ട്, അയണൊക്കെ എടുത്തോണ്ട് തന്നെ സീനുണ്ട്. പക്ഷെ അത് ഒരാഴ്ച മുന്നെയാണ്. അത് ചിന്തിക്കണം. ഓക്കെ, ഈ എപ്പിസോഡ് 1 ആഴ്ച മൊത്തം കൊണ്ട് ഉണ്ടാക്കണതാണ്. അത് നിങ്ങളൊന്ന് ചിന്തിച്ചു തരാം. ഇവിടെ പണി തീർക്കാതെ അഖിൽ വെച്ചേക്കണ ഒരു ഫാം ഉണ്ട്. എടാ അഖിലെ, നീ പണി തീർക്കാതെ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാടാ ഫാം ഉണ്ടാക്കി വെച്ചേ? മറ്റേ വില്ലേജ് ബിൽഡർ ഇവിടെ വേറൊരു ബേസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് നമ്മുടെ അഭിനന്ദിന്റെ അഭിനവിന്റെ വീടാണിത്. ഇതെന്താ 2 വീട്? അഭിനവേ, ഹലോ, ഇതെന്താ 2 വീട്? അത് ഞാൻ വേറൊരു പ്രൊജക്ടിന് വേണ്ടി മാറ്റി വെച്ചാണ്. വേറെ വീടാണോ അത്? നിന്റെ തന്നെ ബേസ് ആണോ? ഹലോ, ഓക്കെ, ഇവിടെ കുറച്ച് അവൻ്റെ ഫാം ഉണ്ട്. അവനെന്തോ ഇന്നലെ വന്നോളൂ. അവൻ 2 വീടും ഉണ്ടാക്കി, ഇവിടെ ഫാമും ഉണ്ടാക്കി. ഞാൻ ഒരാഴ്ച കളിക്കണേ.
ഞാൻ വന്നിട്ട് ഒരാഴ്ച മേടിച്ചു. ഓക്കെ, എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഒരു വില്ലേജ് ഉണ്ട്. നമുക്ക് ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള വില്ലേജ് ആയിരിക്കും. അവിടെ ഒരു പ്രൊട്ടക്ഷൻ 4 ഒക്കെ 15 എമറാൾഡിൽ നിന്ന് നടക്കുന്ന വില്ലേജറൊക്കെ ഉണ്ട്. സിൽട്ടച്ച് വില്ലേജറും ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മല കാണും. മല കടന്ന് ഒരു കുളം കടന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നമ്മുടെ ടോക്കി അണ്ണൻ്റെ വീട്. വീടല്ല ആ, ടോജിയുടെ വീടല്ല, പശുത്തൊയ്ത്താണ്. പശുത്തൊയ്ത്ത് ഇവിടെ ചെറിയൊരു ചെറുതരച്ച് വലിയൊരു പശുത്തൊയ്ത്തുണ്ട്. ആ പശുത്തൊയ്ത്തില് കുറച്ചിങ്ങ് മാറിക്കഴിഞ്ഞാൽ അവന്റെ വീടാണ്. വീടെന്ന് പറയാൻ പറ്റില്ല, ഇതാണ് അവന്റെ പശുത്തൊയ്ത്ത്. ഓക്കെ, അതായിട്ട് ഇച്ചി ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു പോർട്ടലുണ്ട്. പിന്നെ ഇവിടെ എന്താ 2-3 ടെസ്റ്റ് ഇരിപ്പുണ്ട്. ഗുണമൊന്നുമില്ല. പിന്നെ അവിടെ ഒരു ഫാം ഉണ്ട്. ആകെ ഗുണമായിട്ടുള്ളത് ആ ഫാമും പിന്നെ അവിടെ ഇരിക്കണ പിന്നെന്താ അവിടെ എൻജോയ്മെന്റ് ടേബിൾ ഇരിപ്പുണ്ട്. ഫുള്ള് ലെവൽ 30 ആയിട്ടുള്ള എൻജോയ്മെന്റ് ടേബിൾ ഇരിപ്പുണ്ട്. അതാണ് ഇതിൽ ആകെ ഗുണമുള്ള സാധനം ടോജിയുടെ വീട്ടില്. ഗുണമുള്ള സാധനമൊക്കെ നീ എടുത്തോണ്ടിരോ. അതന്നെ, അവൻ ബേസ് ഉണ്ടാക്കാനൊക്കെ വിചാരിച്ചിരുന്ന ഡീപ് സ്ലേറ്റ് ഒക്കെ എടുത്തോണ്ട് ഓരോ ടോജിനെ സഹായിക്കാൻ വരാം. ഈ കേവിന്നാണ് 3 പേര് ഊറ്റിയത്. ഈ കേവിന്നാണ് 3 പേര് ഫുഡ് ഉണ്ടാക്കി, അല്ല ആർമറാക്കിയത്. പിന്നെ ഇവിടെ 2 ഫാം ഉണ്ട്. ഒരു ഫാം ടോജി ഉണ്ടാക്കിയിട്ട് വർക്കാവാത്തതുകൊണ്ട് അത് വേറൊരെണ്ണം ഉണ്ടാക്കി. അതിപ്പോൾ അത്യാവശ്യം നല്ലോണം എഫിഷ്യൻറ്റുമാണ്. നമുക്ക് ബാക്കിയുള്ളവർ ഞാൻ ആദ്യമായിട്ടാണ് നെതറി കയറാൻ പോകുന്നത്. അതും ബേസ് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് നെതറി കയറാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അതിൽ കയറിയ വല്ല സീനും ഉണ്ടോ? ഓക്കെ ഗൈസ്, നമുക്ക് നെതറിന്റെ അച്ചീവ്മെന്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി നേരല്ലേടാ, നേരല്ലേ? നേരെ ഇങ്ങ് പോരാ. അത്യാവശ്യം സിമ്മിന്റെ ലാവാറ്റി എക്സ്കേപ്പ് വില്ലേജറാണ്. അതെന്നത് വില്ലേജെടുത്ത് രക്ഷപ്പെടാൻ നോക്കിയതാ. രാവിലെ വേണ്ടി ചത്തോയി. അതങ്ങനെ പറയോ? അതങ്ങനെ പറയോ? ആ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും അറിയില്ല. ഇല്ല, ഞാൻ മര്യാദക്ക് പറഞ്ഞാണ് അങ്ങോട്ട് വരാന്ന്. പാവം. അപ്പൊ അങ്ങനെ നമ്മുടെ എന്താണ് അഭിനവാണോ? അഭിനവ് ചത്തിരിക്കുകയാണ് ലാവ വീണ് വില്ലേജറിന്റെ കൈ കൊണ്ട്. ഓക്കെ, ആ വഴിയല്ല, പോർട്ടില് കയറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓ ഗൈസ്, ഇതാണ് നിങ്ങൾ കാണാതെ കണ്ട, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങളും ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. നമ്മുടെ പബ്സിന്റെ വീട്. പബ്സിന് ചാനലൊന്നും ഇല്ലാത്ത കാരണം നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ ഈ വീട് കാണാൻ പറ്റില്ല. ഇവിടെ അയൺകോളൊക്കെ ഉണ്ട്. കാരണം അയണിൽ ഈ ബേസ് ഈ സെർവറിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് അവനായിരിക്കും. ടോജി അണ്ണാ, ഇതാണ് ഇത് സെറ്റ് വീട് കേട്ടോ. സെറ്റ് വീട് ഒന്നും പറയാനില്ല. എന്റെ ബേസിനേക്കാൾ സെറ്റ് വീട്. അവൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാണ്. എന്നാലും സെറ്റ് വീടെന്ന് പറ. ഓ, കസ്റ്റം ട്രീ ഒക്കെ. എടാ മോനെ, ഊഞ്ഞാലോ? ഊഞ്ഞാലവിടെ? ആ ഊഞ്ഞാല് നമ്മുടെ ഊഞ്ഞാലിലെത്തിയിട്ടുണ്ട്. നടക്കില്ലടാ, നടക്കില്ല. ഓക്കെ, ഇവിടെ കസ്റ്റം ട്രീ ഉണ്ട്. കസ്റ്റം ട്രീന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പുറത്തേക്കുള്ള എൻട്രൻസ് ഉണ്ട്. പിന്നെ എന്താ പൊട്ടിയെ? എവിടെ ഇരുന്ന്? അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വില്ലേജർ ബിൽഡറാണോ ഇത്? എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതാണ്. എൻഡിങ് കിട്ടും,
അവിടെ ട്രേഡിങ് ആയി എന്ത് ടെക്നോളജിയാ ഡേട്ടും കൊണ്ടുള്ള ട്രേഡിങ് ഹാള് ആദ്യമായിട്ടാ കാണുന്നത്. വെൻഡിങ്, അൺബ്രേക്കിംഗ് 3, ഇൻഫിനിറ്റി, ഷാർപ്നെസ് 5, ഇത് അയൺ ട്രേഡ് ചെയ്യാനുള്ളത്, ലൂട്ടിങ് 2. എൻ്റെ പൊന്നെ അഖിലേ ആ പാവ വരുവാടാ പാവ ഇവിടെ ഉണ്ടോ? ഓ ഫെദർ ഫാളിങ് 4, എത്ര 3. എൻ്റെ പൊന്നെ ഏത് മൂഡ് ട്രേഡ് മൂഡ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കൃഷിപ്പാടം കാണാൻ പറ്റും. ഓ അവിടെ നിന്ന് എങ്ങോട്ടാട്ടോ? നമുക്ക് വിഞ്ചിന്റെ ബേസിലൊന്ന് പോവാം. വിഞ്ചിന്റെ ബേസിൽ പോവാം. അടുത്തതായിട്ട് അവിടെ എന്തോ ഞാൻ കാണുന്നു. എന്താണ് ടോജി വെള്ളത്തിൽ ഇത് ചർച്ച് മാതിരി വിഞ്ചിനാണോ അത്? ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വിഞ്ചിനണ്ണന്റെ ഇത് കേവോ? ഇതാണ് ഗൈസ്. ഓ പാലൊക്കെ എൻ്റെ മോനെ. ഞാൻ ഇതിനു മുന്നേ വന്നപ്പോൾ ഈ വീടിൻ്റെ പാതി ഇത്രയും ഭാഗം ഈ അടിഭാഗമല്ലേ, ഈ സ്റ്റെപ്പും കഴിഞ്ഞായിരുന്നു, ഈ അടിഭാഗം കഴിഞ്ഞായിരുന്നു. എൻ്റെ പൊന്നോ, കുഞ്ഞു വീടാണ് കേട്ടോ, കുഞ്ഞു വീടാണ്. പക്ഷെ സെറ്റപ്പ് വീട്. കുഞ്ഞു വീടാ. അവന് ഗെയിം കളിക്കാനും പഠിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ചെയറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാവം. താഴത്തേക്ക് അണ്ടർഗ്രൗണ്ടാ? താഴത്തേക്കുണ്ട്. ഇവിടെയാണ് ഇതിന്റെ ചെസ്റ്റ് ഏരിയ. ഇവിടെ വാഗനിലൊക്കെ വെച്ചിട്ടുണ്ട്. വാഗനിലും ഒന്നുമില്ല. ടോജി നീ ഇവിടെ എന്തെടുക്കാ? വീടെത്തി. വീടിന്റെ അതാണോ? ഞാൻ പുഴത്തീരത്ത്. അയ്യോ കാണിക്കലേ ഞാൻ കണ്ടു ചെറുതായിട്ട്. വീട്ടിൽ വാ. നടന്നു തന്നെ വെള്ളത്തിൽ കൂടെ. അഖിലിന്റെ വീട്. ഓക്ക് ഫോറസ്റ്റിലെങ്ങനെയാ സ്പ്രൂസ്? ഹായ്, ഗുണമുള്ള എന്തെങ്കിലും? ഉണ്ട്. എന്തോ ഉണ്ട്. മൂക്കും കണ്ണുള്ള വീട്. പ്ലെയിൻസ്. ഇത് നമ്മുടെ ആക്ഷൻ സ്റ്റഫിലെ എന്നടിച്ചിട്ട് നീ അങ്ങനെ ഓടണ്ടാ. ആ പിക്കാക്സ് ഇട്ടോ? ഏതാണ്ട് എന്നെ കൊല്ലല്ലേ അഖിലെ കൂട്ടാൻ വരുമോന്ന്? എടാ ഞാനിപ്പോ 1143 ട്രാൻസ്ഫോം ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും ഊറ്റിക്കൊണ്ടിരുന്ന. അതേ കാണുന്നു. അതിനെടുക്കണ്ട പറഞ്ഞ ആര്? അപ്പൊ നല്ല കലിപ്പാവുന്നുണ്ട്. ആരെ അയാള് ഏത് നായാളോ അയാളൊക്കെ എടുക്കുന്നുണ്ട്. അതല്ലടാ,
ടോട്ടോണ്ടടാ എന്റെ ടോട്ടോണ്ടടാ. എനിക്ക് ടോട്ട ഇട്ടിട്ടാടാ. എനിക്ക് ടോട്ട ഇട്ടിട്ടാടാ. ആയിക്കോ. എനിക്ക് ആർമർ ഇല്ല ബ്രോ. ഞാൻ ഇവിടെ നിന്ന് കഴിക്കും. ഞാൻ ഇവിടെ നിന്ന് വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യും. ഞാൻ മറന്നുപോയി ടോട്ടനെ. ഏകദേശം ഓർത്ത് നോക്കടാ. അതേ കണ്ടു. ഇറങ്ങ്. എന്റെ ആ 2 ലക്ഷം കൂട്ടിയിട്ടാണ്. ടോജി ഹാക്കറാ. ഹായ് ടോട്ടം. അത് കിട്ടോനെ. ക്യാരറ്റ് ഹലോ ഹലോ. നിങ്ങൾ ഇത് ടോട്ടം നോക്കിയിരി, ഞാൻ പോവാ. ആ പോവാ. വാ. ഞാൻ പോകുന്നില്ല. ബോട്ട് കാണാ എന്റെ ബോട്ട് കാണാ. അല്ലേ വേണ്ട. മാറ്. ഞാൻ റൈഡ് വിളിക്കട്ടെ. മാറാ. ഇത് പത്ത് മാത്രമേ മെക്കാനിക്കൊക്കെ അറിയൂട്ടോ. ചിലപ്പോ പണി കിട്ടിയെന്നിരിക്കും. കണ്ടോ ബ്രോ? ഹാക്കർ. അയ്യോ ഫ്രീ ഫയറിലുള്ള ഹാക്കില്ലേ മറ്റേ ഈ മറ്റേ സ്വിച്ച് ചെയ്തടിക്കണേ. ഞാൻ അവിടെ മര്യാദ വെക്കുന്ന മനുഷ്യനാണ്. എന്നെ കുറിച്ച് എന്തൊക്കെയാ പറയണേ? അത് അയ്യോ ഞാൻ അപ്പോഴേ പറഞ്ഞ ഓണാക്കണ്ടെന്ന്. അടുത്ത ടോട്ടം പൊട്ടി. ആ വെക്സടാ.